നിന്റെ തൊലിയുടെ സുഗന്ധം അന്നും ഇന്നും ഒരേ മട്ടിൽ നിലനിൽക്കുന്നു. നീ പണ്ടത്തെ ഈവനിങ് പാരീസ് തന്നെയോ ഉപയോഗിക്കുന്നത്? അതിപ്പോൾ ലോകത്തെവിടെയും കിട്ടുന്നില്ല. ഞാൻ വേറെ പലതും ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു സുഗന്ധദ്രവ്യത്തോട് എനിക്ക് പ്രത്യേക പ്രതിബദ്ധത തോന്നിയതുമില്ല. എൻ്റെ രോഗികൾ വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് ഓപ്പിയം, ജോ, ചാർലി മുതലായവ സുഗന്ധദ്രവ്യങ്ങൾ സമ്മാനിക്കാറുണ്ട്. എൻ്റെ ഡ്രസ്സിംഗ് മേശയ്ക്ക് മീതെ 10ഓ 15ഓ പൊളിക്കാത്ത സെന്റ് കുപ്പികളുണ്ട്. നിനക്ക് വേണോ? കല്യാണിക്കുട്ടി വീണ്ടും എന്നെ ചുംബിച്ചു. എന്നിട്ട് വരിതെറ്റാത്തതും വെളുത്തതും തിളങ്ങുന്നതുമായ ദന്തനിരകൾ വെളിപ്പെടുത്തി ഉറക്കെ ഉറക്കെ ചിരിച്ചു. നിനക്കൊരു മാറ്റവുമില്ല എൻ്റെ ഷീല. നീ ഇപ്പോഴും ദാനശീലയായി നിലകൊള്ളുന്നു. നിനക്ക് കൊടുക്കുവാൻ അറിയാമായിരുന്നു. ബാല്യകാലം മുതൽക്ക് നീ ദാനശീലം വളർത്തിയെടുത്തു. ഒപ്പം സഹനശക്തിയും. നീ ജനിച്ചത് അത്തരമൊരു കുടുംബത്തിലായിരുന്നു. ദാനശീലരും ധർമ്മിഷ്ഠരും ഉള്ളൊരു പുരാതന കുടുംബം. നീ കുലീനയായി ജനിച്ചു. അതുകൊണ്ട് നിനക്ക് സംയമനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞ്. ഞാനതിൽ അസൂയപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? ഞാൻ കർഷകരുടെ ഇടയിൽ ജനിച്ചു. 2 ജാക്കറ്റും 2 പാവടയും മാത്രമായിരുന്നു എൻ്റെ വസ്ത്രശേഖരം. എന്നെ നീ പഠിച്ചിരുന്ന സ്കൂളിലും പിന്നീട് കോളേജിലും ചേർത്തത് എൻ്റെ ദരിദ്രനായ പിതാവായിരുന്നില്ല, യജമാനനായിരുന്നു. ആ യജമാനനും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ രഹസ്യമായി മറ്റു വല്ല ബന്ധവുമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു. ആ യജമാനൻ്റെ മൂക്ക് പോലെയാണ് എൻ്റെ മൂക്കെന്ന് പോലും ഒരു കാലത്ത് ഞാൻ സംശയിച്ചു. കല്യാണിക്കുട്ടി വീണ്ടും വീണ്ടും ചിരിച്ചു. ചിരിക്കുമ്പോൾ ചുമലോളം നീണ്ടുകിടന്ന മുടി യാത്ര ചോദിക്കുന്ന കൈവിരലുകളെ അനുസ്മരിപ്പിച്ചു. നിനക്കിപ്പോൾ എൻ്റെ വയസ്സായെന്ന് ആരും പറയില്ല. നിന്റെ മുടിയിൽ ഒരൊറ്റ വെള്ളിയിഴയും എനിക്ക് കാണാനില്ല, ഞാൻ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് ഷീല. എനിക്ക് 82 വയസ്സായെന്ന് എൻ്റെ പുതിയ മിത്രങ്ങൾക്ക് അറിയുകയില്ല. ഞാൻ അവരോടൊത്ത് ദിവസവും രാത്രി ടെന്നീസ് കളിക്കാറുണ്ട്. വൈകുന്നേരം നടക്കാൻ പോകും. ആരോഗ്യത്തെപ്പറ്റി എനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. താൻ ഓസ്ട്രേലിയയിൽ ഉദ്യോഗം രാജിവെച്ച് ഡൽഹിക്ക് വന്നത് 2 വർഷം മുമ്പാണെന്നും താനൊരു ഓസ്ട്രേലിയക്കാരൻ്റെ വിധവയാണെന്നും കല്യാണിക്കുട്ടി എന്നെ അറിയിച്ചു. സമ്പന്നയും സന്തുഷ്ടയുമായ ഒരു വിധവ, അവളൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. സന്തുഷ്ടയാണെങ്കിൽ നീ എന്തന്വേഷിച്ചിട്ടാണ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്? ഞാൻ ചോദിച്ചു. അവൾ തൻ്റെ കറുത്ത കണ്ണട മെല്ലെ ഊരിയെടുത്ത് എൻ്റെ മേശയ്ക്ക് മീതെ വെച്ചു. എന്നിട്ട് തൻ്റെ കൺപോളകൾ വിരൽത്തുമ്പ് കൊണ്ട് തടവി. അവളുടെ മുഖത്തു നിന്നും മന്ദഹാസം തീരെ മാഞ്ഞുപോയിരുന്നു. നീ ചോദിക്കുന്നതുവരെ ഞാൻ ഈ മടക്കയാത്രയുടെ കാരണങ്ങൾ എന്നോട് തന്നെ ചോദിച്ചിരുന്നില്ല. ദരിദ്രബാലികയായിരുന്ന ഞാനിപ്പോൾ സമ്പന്നയും വിജയശ്രീ ലളിതയുമായിരുന്നു. മരിക്കാതെ ഇപ്പോഴും അവശേഷിക്കുന്ന നാട്ടുകാരെ അറിയിപ്പിക്കാനല്ല ഞാൻ വന്നത്. നിന്നെ അസൂയപ്പെടുത്താനുമല്ല. ഒരുപക്ഷെ ഞാൻ സുധാകരനെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിച്ചാവാം. വീണ്ടും അയാളുടെ കൂടെ ചില ദിനരാത്രങ്ങൾ ചിലവഴിക്കാനുമാകാം. പറയൂ ഷീല, അയാൾ ഇവിടെ എങ്ങാനും ഉണ്ടോ? അയാൾ വീണ്ടും വിവാഹിതനായോ? അയാൾ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? സുധാകരൻ ഈ നഗരത്തിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ എൻ്റെ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം പ്രേമക്കുരുവിൻ്റെ ചികിത്സയ്ക്കായി ആസ്പത്രിയിൽ ഒരാഴ്ചക്കാലം അവർ താമസിച്ചു. അവർക്ക് മിടുക്കനായ ഒരു മകനുണ്ട്. ഈ വർഷം 1ാം റാങ്ക് വാങ്ങി ഭോപ്പാലിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു. ഒരു ആർക്കിടെക്ട്. വീണ്ടും രോഗികൾ എന്നെ കാണാൻ വന്നെത്തിയപ്പോൾ കല്യാണിക്കുട്ടി എന്നോട് യാത്ര പറഞ്ഞു പോയി. പിറ്റേ ദിവസം ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. സുധാകരനെ വീണ്ടും കാണുവാനുള്ള തൻ്റെ ആഗ്രഹം അവൾ പലതവണ എന്നോട് വെളിപ്പെടുത്തി. വേണ്ട കല്യാണിക്കുട്ടി, ആ പാവം ജീവിച്ചു കൊള്ളട്ടെ. അയാളുടെ ഭാര്യ ഒരു രോഗിയാണ്. അവർക്കിനി ഈ ദുഃഖം താങ്ങാനാവില്ല. നീ ചെന്ന് സുധാകരനെ പ്രലോഭിപ്പിച്ചാൽ ആ ദാമ്പത്യം ആകെ തകരും, ഞാൻ പറഞ്ഞു. ആ ദാമ്പത്യം തകർന്നാൽ എനിക്കെന്തു ഛേദം? കല്യാണിക്കുട്ടി ചോദിച്ചു. അവളുടെ പൊട്ടിച്ചിരിയനിൽ വെറുപ്പ് മാത്രമേ ജനിപ്പിച്ചുള്ളൂ. മൂത്ത് നരച്ച് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ദാമ്പത്യം പരിഷ്കൃതർക്ക് നിശ്ചയമായും ദുസ്സഹമാണ്. ഒരേ കട്ടിലിൽ അടുത്തടുത്ത് ശയിച്ച് അന്യോന്യം വിയർപ്പ് ഗന്ധം കൈമാറുക. സൂര്യോദയത്തിൽ കക്കൂസിൽ വെള്ളമൊഴിക്കുവാൻ മറന്ന് ഇണയുടെ അമേദ്യം ത്രസിക്കുക. അനുഗ്രഹിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണെന്ന് തോന്നിക്കുന്ന മനോഹര അങ്കുലികളാൽ സ്വയഭോഗം നടത്തുന്നത് നോക്കിക്കൊണ്ട് അതിൻ്റെ താളം ശ്രദ്ധിച്ചുകൊണ്ട് നിദ്രാഭിനയം നടത്തുക. വേണ്ട, എനിക്ക് വേണ്ട. മാന്യരാൽ പുകഴ്ത്തപ്പെട്ട ഗൃഹസ്ഥാശ്രമം എനിക്ക് വേണ്ട. വേണ്ട, മറ്റൊരാളുടെ വായിൽ നിന്നൊഴുകുന്ന കൊഴുത്ത ദ്രാവകം എൻ്റെ വായിന് ആവശ്യമില്ല. ജോലി ചെയ്ത് തളർന്ന എൻ്റെ ശരീരത്തിന് കാമത്തിൻ്റെ വികൃതഭാരം സഹിക്കാനാവില്ല, ഞാൻ ആരോടുന്നില്ലാതെ പറഞ്ഞു. ഡോക്ടർ ഷീല, നീ ഉറങ്ങിയില്ലല്ലേ? അദ്ദേഹം തൻ്റെ വൃദ്ധസ്വരത്തിൽ എന്നോട് ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞില്ല. എന്നെ ഡോക്ടർ എന്ന് വിളിക്കുന്ന സമ്പ്രദായം അദ്ദേഹം 17 വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങി വെച്ചത്.
അദ്ദേഹം തന്നെ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ നിന്നും പെൻഷൻ പറ്റി പിരിഞ്ഞതിന് ശേഷം. ഗൃഹഭരണത്തിലായി വീട്ടിലേക്ക് പണം കൊണ്ടുവന്നിരുന്ന കാലത്ത് അദ്ദേഹം എന്നെ ഷീലയെന്നോ അമ്മു എന്നോ വിളിച്ചു വന്നു. ഞാനൊരു ഡോക്ടറാണെന്നതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നുമില്ല. എൻ്റെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി അന്ന് അദ്ദേഹം ഒരിക്കലും എന്നോട് ചോദിച്ചിരുന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ഈയിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ എന്നെ അസ്വസ്ഥമാക്കുന്നത്. പണ്ടേ അദ്ദേഹം എൻ്റെ ജീവിതചര്യയിൽ കൗതുകം പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാനിന്നൊരു കരിങ്കൽ പ്രതിമ പോലെ വികാരമറ്റവളായി മാറുകയില്ലായിരുന്നു. മൗനം ശീലമാക്കുകയില്ലായിരുന്നു. ഞാൻ മൗനം വളർത്തിയെടുത്തു. എൻ്റെയും ഭർത്താവിൻ്റെയും നടുവിൽ ഒരു ചന്ദനമരം എന്ന പോലെ സുഖദായകമായി അത് വളർന്നു നിന്നു. നീ ഉറങ്ങിയിട്ടില്ല അല്ലേ? ഇന്ന് ഓപ്പറേഷൻ ദിവസമായിരുന്നല്ലോ. ഇന്ന് എന്ത് ഓപ്പറേഷനാണ് നടത്തിയത്? അദ്ദേഹം ചോദിച്ചു. ഉറക്കച്ചടവില്ലാത്ത ആ സ്വരം ഒരു ചാട്ടവാർ എന്ന പോലെ എൻ്റെ മേൽ പതിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. കേവലം ഒരു അപ്പൻഡിക്സ്, വയറുവേദനയും ഛർദിയും ഉണ്ടെന്ന് പരാതി. അപ്പൻഡിക്സ് ആണെന്ന് വിചാരിച്ചു. മുറിച്ചപ്പോൾ അതിന് യാതൊരു തകരാറുമില്ല. ഏതായാലും എടുത്തു നീക്കി, ഞാൻ പറഞ്ഞു. ഡോക്ടർമാരെ പേടിക്കണം. അവരുടെ തെറ്റുകളുടെ വില രോഗികളാണ് കൊടുക്കേണ്ടത്. തെറ്റ് പറ്റാത്തവർ ഈ ലോകത്തിലുണ്ടോ? ഞാൻ മുഖം തിരിച്ച് കണ്ണുകൾ അടച്ചു. ഉറക്കം വരില്ലെങ്കിലും അദ്ദേഹത്തോട് സംസാരിച്ച് കിടക്കുവാൻ താല്പര്യം തോന്നിയില്ല. അദ്ദേഹം രോഗഗ്രസ്തമായ ഒരവയവം പോലെയായി കഴിഞ്ഞിരുന്നു. എന്നിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ട ഒരവയവം. വിവാഹമോചനം നടത്തുവാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി കോടതിയിൽ പരാതിപ്പെടുവാൻ എനിക്കും വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ദേഹോപദ്രവം ചെയ്യുകയോ പരസ്ത്രീഗമനം നടത്തുകയോ ഒരിക്കലും ഉണ്ടായില്ല. എന്നെ ആലിംഗനം ചെയ്യുന്നുവെന്ന് കോടതിയിൽ ഒരു കുറ്റമായി അവതരിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. സ്നേഹാധിക്യം നിയമപരമായൊരു കുറ്റമല്ല. സ്നേഹപ്രകടനവും കുറ്റമല്ല. കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.